കേരള തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നേമം ബ്ലോക്ക് പഞ്ചായത്ത് ഇന്ന് സാങ്കേതികതയുടെ ഉപയോഗത്തിൽ ചരിത്രം കുറിക്കുന്നു. പൂർണ്ണമായും ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അഥവാ IoT സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഗ്രാമീണ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബ്ലോക്ക് പഞ്ചായത്തായി മാറുകയാണ് നേമം ബ്ലോക്ക് പഞ്ചായത്ത്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജന പദ്ധതിയുടെ കീഴിൽ നേമം ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയ ഈ നവീന പദ്ധതിയുടെ രൂപകൽപ്പനയും നടപ്പാക്കലും നിർവഹിക്കുന്നത് കേരള സർക്കാർ വിവര സാങ്കേതിക വകുപ്പിന് കീഴിലുള്ള ICFOS എന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ സാങ്കേതിക ഗവേഷണ സ്ഥാപനമാണ്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ സാങ്കേതിക വിദ്യകളെ ഉപയോഗിച്ച് ഗ്രാമവികസനത്തിനുള്ള നവമാതൃക സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ICFOS ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തത്. ഗ്രാമത്തിന്റെ ഭാവി നയിക്കുന്നതിൽ സാങ്കേതിക വിദ്യയും ജനശക്തിയും ഒരുമിക്കുന്നൊരു ദൃശ്യമാണിത്. നേമം ബ്ലോക്ക് പഞ്ചായത്തിലെ 7 ഗ്രാമപഞ്ചായത്തുകളിലെ നീർത്തട മേഖലകൾ ഉൾപ്പെടുത്തി കാർഷികം, ജലസംരക്ഷണം, കാലാവസ്ഥാ നിരീക്ഷണം, പരിസ്ഥിതി നിലവാരം, ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളിൽ IoT സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പരിഹാരങ്ങൾ കാണുകയാണ് ഈ പദ്ധതി. ഭാവിയിൽ ഗ്രാമവികസനത്തിന്റെ പുതിയ മാതൃകയായി മാറുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സൗരോർജ്ജ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ലോറവാൻ ഗേറ്റ്വേകൾ, ഓട്ടോമേറ്റഡ് വെതർ സ്റ്റേഷനുകൾ, മഴമാപിനികൾ, ജലനിരപ്പ് നിരീക്ഷണ ഉപകരണങ്ങൾ, മണ്ണിന്റെ ഗുണനിലവാര സെൻസറുകൾ, വായു ഗുണനിലവാര നിരീക്ഷണ മാപിനികൾ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നിവ ഉൾപ്പെട്ട സമ്പൂർണ്ണ സംവിധാനമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം മാരനല്ലൂർ, വിളപ്പിൽ, മലയങ്കീഴ്, വിളവൂർക്കൽ തുടങ്ങിയ പഞ്ചായത്തുകളിലായി 5 ഗേറ്റ്വേകൾ സ്ഥാപിച്ച് എല്ലാ ഡേറ്റയും ഏകോപിപ്പിച്ച് സംപ്രേഷണം ചെയ്യുന്നു. പള്ളിച്ചൽ, വിളപ്പിൽ, മലയങ്കീഴ്, മാരനല്ലൂർ, വിളവൂർക്കൽ തുടങ്ങിയ പഞ്ചായത്തുകളിലെ സ്കൂളുകളിലും സ്ഥാപനങ്ങളിലുമായി 8 ഓട്ടോമേറ്റഡ് വെതർ സ്റ്റേഷനുകളും 13 മഴമാപിനികളും 8 താപനിലയും ഈർപ്പവും അളക്കുന്ന ഉപകരണങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. 7 വാട്ടർ ലെവൽ സെൻസറുകളും വാട്ടർ ക്വാളിറ്റി സെൻസറുകളും പള്ളിച്ചൽ, വിളവൂർക്കൽ, വിളപ്പിൽ, കലിയൂർ തുടങ്ങിയ പഞ്ചായത്തുകളിലെ കുളങ്ങളിലും തടാകങ്ങളിലുമായി സ്ഥാപിച്ചിട്ടുണ്ട്. 7 എയർ ക്വാളിറ്റി ഉപകരണങ്ങൾ പഞ്ചായത്തിലെ സ്കൂളുകളിലും സർക്കാർ ഓഫീസുകളിലും പ്രവർത്തിച്ച് വായു ഗുണനിലവാരം നിരീക്ഷിക്കുന്നു. ഇനി കർഷകന് തന്റെ പ്രദേശത്തെ മഴയുടെ തോത്, വായു ഗുണനിലവാരം, കുളങ്ങളിലെ ജലനിരപ്പുകൾ എല്ലാം ഒരു ക്ലിക്കിൽ അറിയാം. കാലക്രമേണ തന്റെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ പോഷകമൂലകങ്ങളുടെ തോത് എന്നിവ അറിയാനും സാധിക്കും. അങ്ങനെ കർഷകന് ശാസ്ത്രീയവും കൃത്യവുമായ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും. നേമം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജന ഫണ്ട്, ICFOS പ്ലാൻ ഫണ്ട്, SBI ഫൗണ്ടേഷൻ CSR ഫണ്ട് തുടങ്ങിയവയുടെ സഹായത്തോടെയാണ് പദ്ധതി പൂർത്തിയാക്കിയിരിക്കുന്നത്. കാർഷിക മേഖലയിൽ കേരള കാർഷിക സർവകലാശാലയും ഡേറ്റാ സയൻസ് മേഖലയിൽ IIT മുംബൈയുമാണ് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. ഓപ്പൺ സോഴ്സ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നടപ്പിലാക്കിയ ഈ പദ്ധതി നേമം ബ്ലോക്കിലെ എല്ലാ പഞ്ചായത്തുകളിലും ഒരുപോലെ ഗുണകരവും ഭാവിയിൽ വിവിധ മേഖലകളിലെ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സഹായകരമാവുന്നതുമാണ്. നാടിന്റെ വികസനം മുന്നിൽ കണ്ട് ഈ പദ്ധതിയിലെ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിന് അനുവാദം നൽകിയ വിവിധ പഞ്ചായത്തുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവ ഈ പദ്ധതിയുടെ വിജയത്തിന് പ്രധാന പങ്ക് വഹിച്ചവരാണ്. ഭാവിയിൽ വിവിധ ആവശ്യങ്ങൾക്കുള്ള IoT ഉപകരണങ്ങൾ സ്ഥാപിക്കുക വഴി ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ മറ്റു മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനും പുതുതലമുറയ്ക്ക് തൊഴിലവസരങ്ങൾ നൽകാനും സാധ്യമാകുന്നതാണ്.